മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ വിശ്വസ്ത സഖ്യമായ NCP ഇടയുന്നു. സീറ്റ് വിഭജന തർക്കവും സഖ്യത്തിലേക്ക് പുതിയ പാർട്ടി വരുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന NCPയുമായി സഖ്യത്തിന് ഒരുങ്ങുകയാണ്. ഇവർ കൂടി സഖ്യത്തിലേക്ക് വരുന്നതുകൊണ്ട് കൂടുതൽ സീറ്റുകളാണ് NCP ആവശ്യപ്പെടുന്നത്. എന്നാൽ വിട്ടുകൊടുക്കാൻ കോൺഗ്രസും തയ്യാറല്ല. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായുള്ള തർക്കങ്ങൾ ഏകദേശം BJP പറഞ്ഞ് ഒത്തുതീർപ്പായിട്ടുണ്ട്. ഇതിനിടയിൽ NCPയും കോൺഗ്രസും പിരിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളും NDAക്ക് തൂത്തുവാരാം. കഴിഞ്ഞ തവണ NCPയും കോൺഗ്രസും രണ്ടായി മത്സരിച്ചപ്പോൾ വൻ തിരിച്ചടി നേരിട്ടിരുന്നു. ഇത് മുന്നിൽ കണ്ട് രാഹുൽ ഗാന്ധി സമവായത്തിന് മുതിർന്ന നേതാവിനെ നിയോഗിച്ചിട്ടുണ്ട്. ബീഹാറിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാമെങ്കിൽ മഹാരാഷ്ട്രയിൽ NCPക്ക് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാം എന്നാണ് ശരത് പവാർ പറയുന്നത്. എന്നാൽ രാജ് താക്കറെയുമായുള്ള സഖ്യത്തെ രാഹുൽ അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ് താക്കറെയുടെ പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന മുന്നറിയിപ്പും രാഹുൽ നൽകിയിട്ടുണ്ട്. 24 സീറ്റുകൾ വീതം 2 പാർട്ടികൾക്കും എന്നാണ് പവാറിന്റെ നിലപാട്. MNSന് കോൺഗ്രസ് മണ്ഡലങ്ങളായ 3 സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് നിരസിച്ചിരിക്കുകയാണ്. 12 സീറ്റ് വേണമെന്നതാണ് പ്രകാശ് അംബേദ്കറിന്റെ ആവശ്യം. 2014 അംബേദ്കർ പോലും പരാജയപ്പെട്ട പാർട്ടിക്ക് 1 സീറ്റ് പോലും വിജയസാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ പരമാവധി 4 സീറ്റ് നൽകാമെന്ന വാഗ്ദാനമാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തീപ്പൊരി നേതാവ് രാജു ഷെട്ടിയും 2 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം CPMും 1 സീറ്റിന്റെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. മുതിർന്ന നേതാവായ അഹമ്മദ് പട്ടേലും രാഹുൽ ഗാന്ധിയും ഈ പ്രശ്നങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.